പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ ഓമനത്തിങ്കൾ. കേട്ടിട്ടില്ലേ? പണ്ട് അമ്മമാർ പാടി ചൊല്ലി നമ്മൾ ഇങ്ങനെ ഉറങ്ങിയ പാട്ട് അല്ലേ? താരാട്ട് പാട്ട്. താരാട്ട് പാട്ടിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ലല്ലബി. ലല്ലബി. ഷീ സാങ് എ സ്വീറ്റ് ലല്ലബി ടു ഹെർ ന്യൂ ബോൺ ബേബി. ലല്ലബി എന്ന് മാത്രമല്ല, നമുക്ക് ക്രാഡിൽ സോങ് പറയാം, ക്രിപ്പ് സോങ് പറയാം. പിന്നെ അച്ഛന്മാരും പാട്ട് പാടാറുണ്ട്. അച്ഛന്മാരും പാടി ഉറക്കാറുണ്ട് മക്കളെ. ഇപ്പോൾ എവ്രി നൈറ്റ് ദ ഫാദർ സിങ്സ് ബെഡ് ടൈം സോങ് ഫോർ ഹിസ് ഡോട്ടേഴ്സ്. ഇങ്ങനെയൊക്കെ ഇല്ലേ ബെഡ് ടൈം സോങ്, നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടുകൾ. അത് ഇപ്പോൾ ഈ ഇടയ്ക്കൊരു പഴയൊരു മൂവി കണ്ടു. അതിനകത്തും ഒരമ്മ കുഞ്ഞിനെ ഇങ്ങനെ പാടി ഉറക്കുന്നൊരു വളരെ ഹൃദ്യമായൊരു സോങ്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ, മയങ്ങൂ നീയൻ മടിമേലേ, ആരിരോ ആരിരാരോ. പിന്നെ ഈ പാട്ടൊക്കെ മദേഴ്സ് ഹം, അമ്മയുടെ മൂളിപ്പാട്ട് അല്ലേ? അങ്ങനെ ഒത്തിരി പര്യായ പദങ്ങളുണ്ട്. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. പിന്നെ ഉറങ്ങാനല്ല, പഠിക്കാൻ. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇനി ഇൻ്റർമീഡിയറ്റിനാണെങ്കിലോ 350 ടോപ്പിക്സ്. അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. പിന്നെ ഗ്രാമർ മാത്രം പഠിച്ചു വിചാരിച്ചിട്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവില്ല കേട്ടോ. നമുക്ക് ഒത്തിരി പ്രാക്ടീസ് ചെയ്യണം. സോ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.